ഇന്ന് നമുക്ക് ലാലേട്ടൻ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ചെറിയ ഉള്ളി ഒരു 10-15 എണ്ണം, പിന്നെ ചുട്ട തേങ്ങ ചുട്ടെടുക്കണം, കനലിലോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിമിലോ കാണിച്ച്, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, പെരിഞ്ജീരകം, കുരുമുളക്, കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇതെല്ലാം കൂടി നമ്മൾ ചതച്ചെടുക്കുക ചെയ്യുന്നത്. ഇത് ഓരോന്നോരോന്നായിട്ട് ചതച്ചെടുത്ത് വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. പാൻ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം കടുകിടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കും, ഓരോന്നോരോന്നായിട്ട്. അത്രയും ഇൻഗ്രീഡിയൻസും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഉള്ളി പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടി ഉപ്പും ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരുവിധം ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വാടി തുടങ്ങുമ്പം അതിലേക്ക് മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം ചേർത്താൽ മതി. ഗരം മസാലപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. തീ ഏറ്റവും സിമ്മിൽ വയ്ക്കണം. ഇതെല്ലാം വഴന്ന് കഴിയുമ്പം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ചിക്കൻ കഷ്ണങ്ങളിലെല്ലാം ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ കുറഞ്ഞ തീയിൽ വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല. അങ്ങനെയാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടതിനെ ഒരു 10-15 മിനിറ്റോളം മൂടി വെച്ച് വേവിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. തുറന്ന് ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തു. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ലാലേട്ടൻ സ്പെഷ്യൽ വെറൈറ്റി ചിക്കൻ ഫ്രൈ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.